ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ക്രേസി ഗേൾ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് റോബ്ലോക്സ് എസ്കേപ്പ് തന്നെയാണ്. അപ്പോൾ ഈ ഗെയിമിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഞാൻ മറന്നുപോയി. ഇപ്പോഴും എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, പക്ഷേ മറന്നു പോയതാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഈ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യേ. ഈ ഗെയിം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ഒരു ഗെയിം തന്നെയാണ്. മൊത്തം പുല്ലൊക്കെ പോലില്ലേ, ഈ വുഡ് ഇതൊക്കെ പോലെ തന്നെയായിരുന്നു. നല്ലൊരു ഗെയിമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കളിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇനി മുതലും റോബ്ലോക്സും മൈൻക്രാഫ്റ്റൊക്കെ ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇതിലും ഉണ്ട് കേട്ടോ നമ്മുടെ സ്റ്റേജ്. ഇപ്പം നമ്മൾ സ്റ്റേജ് 6 ആയിട്ടുള്ളൂ. ഇനിയും ഉണ്ട് നമുക്ക് കിടക്കാൻ. ഓക്കെ, കുഴപ്പമില്ല. അടുത്ത ഒന്നുകൂടി ശ്രമിക്കാം. ഇതൊരു നല്ലൊരു വൈബിളൊരു ഗെയിം തന്നെയാണ്. നമുക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ ഒരു വൈബിള് ഗെയിം തന്നെയാണ്. രണ്ടുപേരൊക്കെ കളിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. നല്ല ഒറ്റയ്ക്ക് കളിക്കാനുള്ള ഒരു വൈബ് ഗെയിം തന്നെയാണ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, നമുക്ക് ഈ സൈഡിൽ കൂടെ നടന്നു പോവാം. ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ പറ്റൂല. ട്രൈ ചെയ്ത് നോക്കണമല്ലോ. ഓക്കെ, ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റേജ് 9 എത്തിയിട്ടുള്ളൂ. ഇനി നമുക്ക് കിടക്കാണ്ട് ഇനി നമുക്ക് 10 എത്തി. ഇനി നമുക്ക് 19 സ്റ്റേജ് കിടക്കാണ്ട് കഴിക്കാനുണ്ട് നെയ്. ഓക്കെ, കിടക്കാണ്ട്. ഓക്കെ, ഇന്നും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്. ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്. എന്നുണ്ട് ഗൈസ് എൻ്റെ ലുക്ക്. മറ്റേ ലുക്ക്, ആ റോബോട്ടിൻ്റെ ലുക്ക് എൻ്റെ വേറെ ടാബിലാണ്. ഈ ലുക്ക് എൻ്റെ ഫോണിലാണ്. നിങ്ങൾക്ക് ഈ ലുക്കാണോ അതോ ആ ലുക്കാണോ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യും. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ആ ലുക്കാണ്. ഇതൊരു മുടിയൊക്കെ വളർത്തിട്ട് ഏതൊരു കാട്ടാളൻ്റെ പോലെ ഉണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടപ്പെട്ടു. മൂപ്പരാൾ പൊളിയാട്ടോ. ഓക്കെ, പക്ഷേ ഇയാൾക്ക് കുറച്ച് മടി കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊക്കെ ബൂബുവിൻ്റെ എസ്കേപ്പ് ചെയ്തപ്പോൾ മറ്റേ ആൾ നന്നായി കളിച്ചു. ഓക്കെ, ഇയാൾക്ക് കുറച്ച് മടി കൂടുതലാണ്. അപ്പോൾ ഈ ലബൂബ് എസ്കേപ്പ് കാണാത്തവരെന്തായാലും പോയി കാണുക. അതിലൊരു പൊളി ഗെയിം തന്നെയായിരുന്നു നമ്മുടെ ലബൂബ് എസ്കേപ്പ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഗെയിം തന്നെയായിരുന്നു. എനർജി ആയിട്ട് കളിക്കാം. നമുക്ക് ക്യൂട്ട് ലബൂബുവിനെ കാണാം. നല്ല ക്രീപ്പി ലുക്ക് ഉള്ള ലബൂബൂസിനെ കാണാം. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാണാത്തവരെന്തായാലും മിസ്സാക്കാതെ പോയി കാണുക. ഇപ്പോൾ നമ്മൾ സ്റ്റേജ് 15 എത്തിയിട്ടുള്ളൂ. ഇനിയുണ്ട്. ഇതൊരു സ്റ്റെപ്പ് പോലെയാണ്. അതിൻ്റെ നടുക്ക് പോയാൽ പിന്നെ കഴിഞ്ഞു. ഇത് മൊത്തം ഇങ്ങനത്തെ ഒരു യെല്ലോ ഷെയ്ഡായിട്ടുള്ള എല്ലാ കട്ടയിട്ടാണ് വരിക. കുഞ്ഞു കുഞ്ഞു കട്ടയും വലിയ കട്ടയൊക്കെ ആയിട്ട് വരുന്നത്. അതൊരു മൊത്തം ഒരു മഞ്ഞ മയമാണ്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസൊക്കെ നമുക്ക് വൈബ് വീഡിയോസൊക്കെ ഇറക്കാം, സെറ്റാക്കാം. നിങ്ങൾ ഇനി ഏതെങ്കിലും എസ്കേപ്പ് കളിച്ച് കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്തതായിട്ട് എന്തായാലും അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് അങ്ങനെ സൈഡിക്കായിട്ട് കിടക്കാൻ പറ്റുന്നില്ല, അതാണ് കുഴപ്പം. ഈ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ മുന്നിൽ പോണ ഒരാളെ കണ്ടോ?
ആ നൈസായിട്ടൊന്ന് ഉന്തിയിട്ടുണ്ട്. നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാരനെ ഒറ്റ തട്ട്. ഈ പെൺകുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് തട്ടണ്ട, നേരെ പോവാ. അല്ലെങ്കിൽ ഇങ്ങനെ കെടുക്കും. ഓക്കെ, അത് വരുന്നുണ്ട്, തട്ടാനാ തോന്നുന്നു. ഓടിക്കോ, ബാക്കിൽ വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഞാനവിടെ ഇവിടെ എത്തുമ്പത്തിനും ഗൈസ് കുറച്ചധികം കഷ്ടപ്പെട്ടു. എന്നിട്ടാണ് ഇവിടെ കടന്നത്. എത്ര ടൈം എടുത്തു എന്ന് പോലും എനിക്കറിയൂല. ഞാൻ കുറേ ട്രൈ ചെയ്തു, എന്നിട്ടാണ് കടന്നത്. ഓക്കെ, പോവാ. ഇയാളുടെ പേരെന്താണ്? ഗോജോ 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 ആ ഗോജോ. മാച്ചൊക്കെ ഉണ്ട്, നല്ല പേരുണ്ടേ. അതിൻ്റെ ലുക്ക് ഒരു ഭയങ്കര ഭംഗിയുള്ള ലുക്കാണ്. ഓ, ഇത് കുറച്ച് ഈസി ഉള്ളതാ. നമുക്കിങ്ങനെ ഈസി ഉള്ളത് നമ്മളിങ്ങനെ ജയിച്ച് പോവും. എന്താ ചെയ്യുക, ജന്മനാ കഴിവുള്ളതുകൊണ്ടേ ഒരു കഴിവുള്ളോളായിപ്പോയി. വെറുതെ കേട്ടോ, അങ്ങനെ ഒന്നും ഇല്ല. നിങ്ങളത് കാര്യമൊക്കെ ഒന്നും വേണ്ട, വെറുതെ പറയണേ. നല്ല കഴിവില്ലാന്നൊന്നും പറയില്ല കേട്ടോ, ഇതിനും വേണ്ടടേ ഒരു കഴിവ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇത് നന്നായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. നൈസ് ഗെയിമാണ്. കുറേ ഓട്ടം ഉണ്ട് എന്നല്ലോ, വേറെ ഒരു കുഴപ്പമില്ല. എല്ലാ സ്ഥലത്തും ഓട്ടം. ഓൾ പ്ലേസ് ഈസ് ഹോൾ. ഹോളല്ല കേട്ടോ, ഓൾ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി പറയാം. ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും അറിയണ രീതിയിൽ അഭിനയിക്കലും വേണമല്ലോ. ചാടിക്കടക്കാൻ നോക്കിയതാ, റെഡ് ലൈനിൽ തന്നെ പോയി നിന്നു. നമ്മുടെ ഗോജോ വന്നല്ലോ. ഗോജോ റോമിയോ. ഇവർ കപ്പിൾസാ തോന്നുന്നു, അറിയില്ല, എനിക്കറിയൂല. ഓ, അവരൊക്കെ അവിടെ എത്തി, ഞാനിവിടെ ചെറുതായിട്ട് ലാഗ് പോലെ തോന്നി ഗൈസ്, അതുകൊണ്ടാണ്. ഈ പ്രാവശ്യം എന്തായാലും ഞാൻ കിടക്കും, ഉറപ്പാ. കേട്ടാ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ ഗൈസ്, എത്തിയിട്ടുണ്ട്. നമ്മുടെ ഗോജും റോമിയോ ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഓറിയോ ബിസ്ക്കറ്റും പൊട്ടാറ്റോ ഒക്കെ അവിടെ എത്തിയ പോലെ തന്നെ നമ്മൾ പറയണം. ഓക്കെ, പോവാം നമുക്ക്. ഈ കുഞ്ഞു കാലത്തിന് തന്നെ ഞാൻ ഇങ്ങനെ ലാഗ് അടിക്കണത് എന്താ വെച്ചാൽ, എനിക്ക് ഈ ഫോണിൽ ചെറുതായ ലാഗ് പോലെ തോന്നുന്നുണ്ട്, അതാണ്. അല്ലാതെ കളിക്കാറിയാത്തതുകൊണ്ടൊന്നല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ ഒന്ന് വിചാരിച്ചു പോകരുത്. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ, അത് വരുമ്പത്തിനും കൊണ്ട് ചാടിയാൽ മതി. ഗൈസ്, നമ്മുടെ ഗോജോനെ റോമിയോനെ ഒന്നും കാണാനില്ല, അവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാവും. ഓക്കെ ഗൈസ്, നമ്മൾ 62 സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഇനിയുണ്ട് നമുക്ക് കുറച്ച് പോവാൻ. കുറച്ചുള്ളൂ. നമ്മുടെ റോമിയോ എന്നെ കാത്തിക്ക തോന്നുന്നു. ബൈ പെണ്ണേ, നമുക്ക് പോവാ. ഗോജ ഇവിടെ, നിന്റെ കസിൻ ബ്രദർ. ഓക്കെ, ഓക്കെ, ആരപ്പത് നമ്മൾ കണ്ടു വൈസ് ഗോജോനെ. പക്ഷെ നമുക്ക് തിരിഞ്ഞു നോക്കാനുള്ള ടൈമൊന്നുമില്ല, നമുക്ക് ഓടണം. അവർ വേണമെങ്കിൽ വരട്ടെ, പോവാം. ഞാനിവിടെ ചാവുന്ന ടൈമിൽ അവരവിടെ എത്തിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ബാക്കിൽ ഇതാ വരണു. ആരപ്പത്, പാവങ്ങളല്ലേ. ഗോജോ വീണു. ഓ, റോമിയോ ഓടിച്ച് കഴിവുള്ള ആളാ തോന്നുന്നു. ഇവിടെ എത്തി വേഗം. ഓക്കെ, നമ്മൾ ഈ സ്റ്റേജും കഴിഞ്ഞിട്ടുണ്ട്. അവർ ഫ്രണ്ട്സാ തോന്നുന്നു. വെയിറ്റ് ചെയ്തിട്ട് പോണത്.
എന്നെയും അവരൊന്ന് ഫ്രണ്ട്സായി കൂട്ടുകയാണെങ്കിൽ ഓക്കെ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് ഈ ഓട്ടം അല്ലാത്ത ഇഷ്ടമാണില്ല, മൊത്തം ഈ ഓട്ടമാണ്. ഇതിൽ ഈ ഒരു സ്ഥലം ഈ ഒരു പ്ലേസ് ഉണ്ടാക്കിയ ആൾ ശരിയല്ല, ആൾക്ക് പണിയെടുക്കാറില്ല തോന്നുന്നു. മൊത്തം ഓട്ടം ഉണ്ടാക്കി വെച്ചിട്ട് പോയേക്കാണ്. ഇത് ഞങ്ങളെങ്ങനെ എസ്കേപ്പ് ആവും? പിന്നെ ഈ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗെയിമിൻ്റെ പേരറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ മറന്നു പോയോണ്ടാണ്, ഞാനൊന്ന് നോക്കട്ടെ, എനിക്ക് പേര് കിട്ടണില്ല, അതാണ്. അപ്പോൾ നിങ്ങൾക്ക് പേര് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കളിച്ച് നോക്കാമല്ലോ. പൊളി ഗെയിം തന്നെയാണ്, കൂടുതൽ ഓട്ടയെന്നുള്ളോ, വേറൊരു കുഴപ്പമില്ല. ഈ ഓട്ടം ഒന്ന് മാറി കിട്ടി നമുക്കൊരു ഇത് കിട്ടിയായിരുന്നേ, ഒരു കളിക്കാനുള്ള ഒരു ഇത് കിട്ടിയായിരുന്നു. മൊത്തം ഓട്ടയാണ്, കളിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. എന്നാലും ഒരു നല്ല ഗെയിം തന്നെയാണ്, എല്ലാവരും കളിച്ച് നോക്കുക, ട്രൈ ചെയ്യുക. നല്ല ഗെയിം തന്നെയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ട്രailer ട്രയലായിട്ട് നമുക്ക് വേണമെങ്കിൽ കളിച്ച് നോക്കാം. എന്താ വെച്ചാൽ നമ്മളെല്ലാ ഗെയിംസും ഇപ്പോൾ കളിക്കുകയെന്ന് വിചാരിക്കുക, അതിലിങ്ങനെ ട്രയലൊക്കെ നമ്മൾ നോക്കൂലേ. ഇപ്പോൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ട്രയൽ നോക്കും, അത് കഴിഞ്ഞിട്ടല്ലേ ഷൂട്ട് ചെയ്യുക. അതുപോലെ ഇതൊരു ട്രയലാണ്, എല്ലാം കടന്നു പോയിട്ടാണ് നമ്മൾ വേറെ വേറെ ഗെയിംസ് കളിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായി കളിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഗെയിം തന്നെയാണിത്. അത് എസ്കേപ്പ് പോലെ ആൾക്കാരും ഇല്ല, ലിഫ്റ്റും ഇല്ല, ഒന്നുമില്ലാത്തൊരു ഗെയിം. നമ്മുടെ എന്താ പേര്, റോമിയോ നമ്മൾ കാത്തൊക്കെയായിരുന്നു. നമ്മൾ തന്നെയല്ലേ അത്? ഗോജോ ബാക്കിലുണ്ടോ അറിയില്ല ഗൈസ്, മേലെ പോയോക്കാം ഗോജോ മേലെ ഉണ്ടോയെന്ന്. ഇല്ല, ഗോജോനെ കാത്തൊക്കെയായിരുന്നു, എന്നൊന്നല്ല. ചമ്മി. ഓക്കെ, പോവാം. സോറി ഗൈസ്, പുതിയൊരു കുട്ടി, മൈൻഡ് ചെയ്യണ്ട, അതും തലയിലാവും. ഓക്കെ, കാലിൻ്റെ ഒരു തുമ്പ് അവിടെ കൊണ്ടാൽ മതി, അപ്പം ചാവും. റെഡ് ലൈറ്റ് ആണ്. ഞാൻ കളിച്ചിട്ട് നിങ്ങൾക്ക് കിണറിലും കുഴി, പിന്നെ കിണറിൽ കുഴിയല്ലാതെ പിന്നെ ഓട്ടം ഉണ്ടാവും. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ തഗ് കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ടെന്ന്. ചിരിച്ചില്ലെങ്കിൽ അവിടെ ചിരിച്ചോ, അപ്പോൾ സെറ്റാവും. അപ്പോൾ എല്ലായിടത്തും കുഴി കൊണ്ട് വെച്ചിരിക്കുകയാണ് ഇവർ. അതുകൊണ്ട് നമുക്ക് കിണർ പോലത്തെ ഒരു വലിയൊരു ആനക്കുഴിയുമാണ്, അതാണ് നമുക്ക് കളിക്കാൻ പറ്റാത്തത്. മരുന്നിൻ്റെ ഷേപ്പും കൊട്ടയുടെ ഷേപ്പും കേട്ടാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. എന്നാലും നല്ല ഇൻട്രസ്റ്റിംഗ് ഗെയിം തന്നെയാണ്, നമുക്ക് നന്നായി കളിക്കാൻ പറ്റും. നല്ല ഒരു വൈബുള്ളൊരു ഗെയിം തന്നെയാണ്. നന്നായി കളിച്ചു കഴിഞ്ഞാൽ നല്ല പോലെ പോവാം, അല്ലെങ്കിൽ എൻ്റെ പോലെ ഒരു 100 വട്ടം ട്രയൽ ചെയ്ത് നോക്കാം. എനിക്ക് ഈ ഫോണിൽ കളിക്കണ അത്ര പരിചയമില്ല, എൻ്റെ ടാബിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൽ കളിക്കണത്. അതുകൊണ്ട് തന്നെ എനിക്ക് കളിക്കാൻ പറ്റണില്ല. നമ്മുടെ ടാബിലത്തേണെങ്കിൽ ഈ ഒരു ചാടണ ബട്ടൺ കുറച്ച് വലുതാണ്, ഇതാണെങ്കിൽ കുറച്ച് ചെറുതുമാണ്, അടിയിലാണ്. അതുകൊണ്ട് അത് അമർത്തി ഇതമർത്താൻ പറ്റണില്ല, അതാണ് ചത്തുകൊണ്ടിരിക്കണേ. ലബൂബ് എസ്കേപ്പൊക്കെ കണ്ടില്ലേ, ഞാൻ ഇങ്ങനെ അങ്ങനെയാണ് ഞാൻ ലബൂബ് എസ്കേപ്പൊക്കെ കളിച്ചത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെന്നൊക്കെ ഞാൻ വിചാരിക്കണേ. ഓക്കെ, വീണ്ടും ഒരു 3 കിണർ, 2 വലിയ കിണറും 1 കുഞ്ഞിക്കിണറും. ഓക്കെ, ഈ റെഡ് സാധനമാണ് പറ്റാത്തത്. റെഡ് സാധനവും കൊണ്ട് അതിൻ്റെ നടുവിലൊരു കുഴിയുണ്ട്. ഓക്കെ, പിന്നെങ്കിലും ഒന്ന് കുഴി വീതി.
ഓക്കെ 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 പെർഫെക്റ്റ്. ഓക്കെ at a two at a turn at a two to the back two at a turn to the two to the back. Let's go brother. അപ്പോൾ നമ്മൾ 89 സ്റ്റേജ് 89 എത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇപ്പം ഇവിടെ ഒരു തെർമാക്കോളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. തെർമാക്കോളല്ല, കാർഡ്ബോർഡ് പീസ്. അപ്പം അതിൽ കൂടെയൊക്കെയാണ് നമ്മൾ നടക്കണേ. ഗായ്സ് 19 കറക്റ്റ് 19 സ്റ്റേജ് നമ്മൾ കടന്നുണ്ട്. ഇനി ഒരു 10 സ്റ്റേജ് കൂടി കടന്നാൽ നമ്മുടെ ഗെയിം കഴിഞ്ഞു. ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇഷ്ടപ്പെട്ടില്ല ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല. എന്നുവെച്ചാൽ ആവറേജ് കൊടുക്കാൻ പറ്റുള്ളൂ. ഹൈയും കൊടുക്കാൻ പറ്റില്ല, ലോയും കൊടുക്കാൻ പറ്റില്ല. നിങ്ങളിതിന് എത്ര മാർക്ക് കൊടുക്കുമെന്നൊന്ന് കമൻറ്റ്. ഈ ഓട്ട ഉള്ള ഒരു ഗെയിമിന് മൊത്തം ഓട്ടയാണ്. പിന്നെ ഇടയ്ക്ക് ഈ റെഡ് സാധനമുണ്ട്. ഈ റെഡ് ബൾബ് പോലത്തെ ഒരു സാധനമുണ്ട്. ടൈം 9:30 ആവാനാണ് പോണേ. വേഗം പോകണം. എന്താ പറഞ്ഞാൽ ബിഗ് ബോസ് കാണാനുള്ളതാണ്. ഇന്ന് ആരാണ് എവിക്റ്റഡ് ആവാൻ നമുക്കറിയാനുള്ളൊരു ത്വരപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ കാണണം. 9:30 ആവാനായിട്ട് മുന്നേ നമ്മൾ പോകണം. ഇപ്പം ടൈം 9:10. ടൈം ആയിട്ടില്ല, കുറച്ച് ടൈമുണ്ട്. ഈ കുഴിയിൽ ചാടി ഞാൻ മടുത്തു. ഇന്നും കുഴിയിൽ ചാടാനുള്ള പറയുന്നില്ല ഗൈസ്. എനിക്കെന്താ അറിയില്ല, ഇങ്ങനെ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് കിട്ടൂല. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞ് എന്തൊക്കെ ഞാൻ പറയണേന്ന് എനിക്കും അറിയണ്ടാവില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. അപ്പം എല്ലാവരും അങ്ങനെ അറിയാത്ത എൻ്റെ വായിൽ എന്ത് തെറ്റുള്ള വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. അറിയാതെ ഞാൻ തുളയ്ക്കാൻ തുടങ്ങിയാൽ പിന്നെ ഉണ്ടാതിരിക്കൂല. സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ സംസാരമായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. നിങ്ങൾ ഈ ഗെയിം കളിച്ച് വെക്കണം. സെറ്റ് ഗെയിമാണ്. കുഴി വീണ് നമ്മൾ മടുക്കും. കുറച്ച് കഴിഞ്ഞാൽ ഒരു കുഴി വീണ് നമ്മൾ ഈ ഒരു ഗെയിമിനെ വെറുത്ത് പോവും. അപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തോ. ഞാനിവിടെ ഓണക്കോടിയൊന്നും എടുത്തിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള ഡ്രസ്സ് തന്നെ ഇടാം. ഞാൻ പിന്നെ 7ലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് ഐഷ എന്നാണ്. അപ്പോൾ 7ലാണ് പഠിക്കണോണ്ട് ഞങ്ങളുടെ സ്കൂളിൽ 7 വരെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സീനിയേഴ്സാണ്. അതുകൊണ്ട് ലാസ്റ്റ് ഇതായതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സ്പെഷ്യൽ ആയതുകൊണ്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോകണം. അതുകൊണ്ട് ഭയങ്കര ഇതാണ്, ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. എങ്ങനെയായിരിക്കും ലാസ്റ്റ് അല്ലേ. അപ്പോൾ ഈ നമ്മുടെ ഓണത്തിന് ആരെ വരിക? ക്രിസ്മസ് അപ്പൂപ്പൻ്റെ പോലെ മാവേലിയൊക്കെ ഉണ്ടാവും ഞങ്ങളുടെ സ്കൂളിൽ. അപ്പം മാവേലിൻ്റെ കൂടെയൊക്കെ ഡാൻസൊക്കെ കളിക്കാൻ പറ്റും. അടിയിലേക്ക് ഇറങ്ങി പോയിട്ട്. അത് 7ാം ക്ലാസ്സുകാർക്ക് മാത്രമേ പറ്റുള്ളൂ. മുന്നൊക്കെ 6ലൊക്കെ അടിക്കുമ്പോൾ ഞങ്ങൾ കുറേ 7ാം ക്ലാസ്സുകാർ അവിടെ എന്നൊക്കെ കാണുമ്പോൾ ഞങ്ങൾ വിചാരിക്കും നമ്മളിങ്ങനെയല്ലേ, എപ്പോഴാല്ലേ ഇവിടെ ഇങ്ങനെ നിൽക്കാന്നൊക്കെ വിചാരിക്കുന്നായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ വരികയല്ലേ. അപ്പം നമുക്ക് എന്തായാലും നല്ല അടിച്ച് പൊളിക്കണം എന്നൊരാഗ്രഹം ഉണ്ടാവും. അപ്പോൾ എല്ലാവരുടെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണം. 1 hour later. ആരും ചെയ്യൊന്നും വേണ്ട, ഞാനും എന്നോട് പറയുക. കുറേ നേരമായി ഗായ്സ്, ഞാൻ വയ്യാതായി.
വെറുത്തു. നമ്മൾ 100 ആയി, സ്റ്റേജ് 100 ആയല്ലോ. കഴിഞ്ഞില്ലേ? ഇതൊക്കെ സ്റ്റേജ് 100 ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. What is this? Jet? ഇതെന്താണ് ഗൈസ്? ഇതെങ്ങനെ പറക്കുക? ഇതെങ്ങനെ പിടിക്കുക?